കൊണ്ടുപോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ വണ്ടി തൊട്ട് പുറകെ തന്നെ ഉണ്ടായിരുന്നു. നടക്കുമ്പോൾ ഒരു ബൈക്കിലടിച്ച് വേറെ വണ്ടിയിലടിച്ചിട്ടാണ് ഈ വണ്ടി നേന്ത്രം തെറ്റിയിട്ടാണ് നമുക്ക് ഈ ലോറി അങ്ങോട്ട് കുട്ടികളുടെ മേലെ പാഞ്ഞ് കയറിയത്. 4 കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ 4 കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഒക്കെ തൊട്ടടുത്ത വീട്. അറിയില്ല. സ്കൂൾ എൻ്റെ നാട്ടുകാരാണ്. 4 കുട്ടികളും 4 എൻ്റെ നാട്ടുകാരാണ്. വയസ്സായ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അതിനെ പറ്റി അറിയില്ല. ഡ്രൈവറാണോ? അതിനെ പറ്റി അറിയില്ല. എൻ്റെ വീട് തൊട്ട് ഡ്രൈവറെ കണ്ടിരുന്നോ? ഡ്രൈവറെ കൊണ്ടുപോയി. ഡ്രൈവർക്ക് പരിക്കൊന്നുമില്ല. ഡ്രൈവർ അപ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോയി. ഉണ്ടായിരുന്നു. അല്ല, ഡ്രൈവർ കുടി കിടന്നില്ല. ഡ്രൈവർ അപ്പോൾ തന്നെ പുറത്ത് ചാടിയിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള 4 കുട്ടികളാണ് ഇതിൽ വന്നത്. ആ കുട്ടികൾ 4 ആളെ കൊണ്ടുപോയിട്ടുണ്ട്. അല്ല, ഒന്ന് പെൺകുട്ടിയല്ല, 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളാണ്. അതെ, 3 പെൺകുട്ടികളാണ്. ഒരാൺകുട്ടി കച്ചപ്പാറ ഇസാഫ് ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കുന്നത്. ഇത് കറച്ചതിൽ ഒരു 3:45 ആ സമയത്താണ് ഇത് നടന്നത്. ഈ വാഹനത്തിന് പിറകിലുണ്ടായിരുന്നു. നിയന്ത്രണം വിട്ടാണ് ഈ വണ്ടി വേറെ വണ്ടിയുടെ സൈഡ് അടിച്ചു. അതിൽ ഈ വണ്ടി നിയന്ത്രണം വിട്ട് അങ്ങനെ ഓവർടേക്ക് ചെയ്യുമ്പോഴല്ല. അപ്പോൾ ഈ വളവിൽ ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ മറ്റേ വണ്ടിയുടെ സൈഡ് അടിച്ചു. വേറെ ലോറിയുടെ അതിൻ്റെ അടിയിൽ ബൈക്കാരുണ്ടായിരുന്നു. ആ ബൈക്കാരൻ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അവ കണ്ടില്ല. പിന്നെ ഈ വാഹനം കുട്ടികളുടെ മേലെ പാഞ്ഞ് കയറിയ വണ്ടി അങ്ങനെ വണ്ടി അങ്ങോട്ട് മറിഞ്ഞു. കയറി മറിയാ ചെയ്തത്. അപ്പോൾ കുട്ടികളെ പകുതി അതിൻ്റെ ഉള്ളിൽ പെട്ടു. 4 കുട്ടി അതിൻ്റെ അകത്ത് പെട്ടു. ഒരു കുട്ടി മാത്രമേ പുറത്തുണ്ടാകുന്നുള്ളൂ. കുട്ടിന്റെ മുടി മുറിച്ചിട്ടാണ് ആശുപത്രി കൊണ്ടുപോയത്. ഒരു കുട്ടി അവസാനം ആദ്യം എടുത്ത കുട്ടിന്റെ 3 പെൺകുട്ടികളായിരുന്നു. അവർ ഒന്നിച്ച് വരുന്നു. ആ ഒരു കുട്ടിയുടെ പാരന്റ് അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഇസാഫ് ഹോസ്പിറ്റലിലേക്ക്, കച്ചമ്പാറ ഇസാഫ് ഹോസ്പിറ്റലിൽ ആ കുട്ടിയുടെ പേരന്റ് ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് അടിക്കാൻ വേണ്ടി വരികയായിരുന്നു. തൊട്ട് അടുത്ത ആ കുട്ടിയുടെ പേരന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് പറയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ഏകദേശം ഒരു ആളുടെ 2 മക്കളാണെന്ന് പറഞ്ഞത്. ഒരു കുട്ടിയോട് ഒപ്പം 4 കുട്ടികളോ കൂടി ഒരു കുട്ടീനെ ഓടി രക്ഷപ്പെട്ടു. ഒരു കുട്ടി രക്ഷപ്പെട്ടു. പിന്നെ ആക്സിഡന്റ് കാരണക്കാരനെ ഈ തമിഴ് ലോറി അവിടെ മഹാരാഷ്ട്ര റേഷൻ വണ്ടിയില്ലേ, റോങ് വന്നാണ് ആ ലോറി ലോങ് വന്നിട്ട് അതിന്റെ അവൻ വെട്ടിച്ചപ്പം ബാക്ക് അടിച്ചു. ഉണ്ടായിരുന്നു. അവിടുന്ന് പണ്ണാർക്കാട് വരുന്ന ഈ മഹാരാഷ്ട്ര റേഷൻ ലോറിയില്ലേ, ആ ലോറി റോങ് കയറി വന്നു. അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ വെട്ടിച്ചപ്പോൾ ആ ലോറിയുടെ ബേക്കിൽ ഈ വണ്ടി വന്നിട്ട് ഈ സിമെന്റ് ലോറി വന്ന് അടിച്ചിട്ട് ലോറി വാളിപ്പോയിട്ട് സൈഡ് പോയിട്ട് ആ പോസ്റ്റിൽ അടിച്ചിട്ടാണ് മറിയണത്. അതെ, കുട്ടികൾ നടന്നു വന്ന കുട്ടികളാണല്ലോ. 4 പേര് നടന്നു വന്ന കുട്ടികളാണ്. അതെ 8ാം ക്ലാസ്സിൽ കരിമ്പ സ്കൂളിലെ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. 4 കുട്ടികൾ. 3 പെണ്ണ്. 8D എന്നാണ് പറഞ്ഞത്. 8D ഡിവിഷനിലാണ്. അതെ, ആൺകുട്ടിയാണ്. അതെ, 4 പേരും വിട്ട. ഒരു കുട്ടിയെ മാത്രമേ അവർക്ക് പുറത്ത് കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം ലോറി പൊതിച്ചാണ് എടുത്തത്. ബാക്കി 3 കുട്ടികളെ ലോറി എടുത്തത്. ടയർ അടിപ്പെട്ടു പോയി. അത്ര കഷ്ടപ്പെട്ട് അവരെടുത്തത്. ഇവിടുത്തെ സ്ഥിരം പെരുമാറി സർക്കാർ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെട്ടില്ല. ജനങ്ങൾ ഇവിടെ ഇളകും ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട്. ഒന്നല്ല, വർഷകാലത്തോളമായി ഇത് ഈ നിരന്തരം ആവശ്യപ്പെട്ടതാണ് അധികാരികളോട്. ജനപ്രതിനിധികൾ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നത് തന്നെയല്ല. നിരന്തരമായി ഈ വിഷയത്തിൽ മോതാവിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ എന്തായാലും പ്രക്ഷോഭത്തിലേക്ക് ഇവിടെ ഇളകും. കാരണം 4 മക്കളാണ് പോയിരിക്കുന്നത്. അത് സങ്കടകരമായ ഒരു കാഴ്ചയാണ്. തീർച്ചയായിട്ടും. എത്ര മണിക്കായിരുന്നു? ഇതിപ്പോ 6 മണിക്കൂർ മുമ്പേ സ്കൂൾ വിട്ടിട്ട് പോയ പിള്ളേരല്ലേ. നേരത്തെ പരാതി ഉണ്ടായിരുന്നു, മഴ പെയ്യുക അങ്ങനെ ചെയ്താൽ റോഡ് വഴുക്കുന്ന ചവിട്ടേ കിട്ടില്ല. മഴ പെയ്ത് ഒന്നാമത് ഇറക്കാണ്, പനയമ്പാട് ഇറക്കം പറഞ്ഞാൽ ഡേഞ്ചേഴ്സാണ്. പിന്നെ ഈ കർവ് റോഡിന്റെ നിർമ്മാണത്തിൽ അപാകത ഉണ്ടെന്ന് പണ്ട് പോലെ ഞങ്ങൾ ആരോപിച്ചുള്ളതാണ്. ഇതുപോലെ അത് ഇല്ലാക്കിയിട്ടില്ല, അവർക്കൊന്നും ഇല്ലാക്കില്ല. ഇപ്പോഴും ഈ റോഡിൻ്റെ ഈ ദുബായ്ക്കൊന്ന് കയറ്റത്തിലും മാപ്പിള സ്കൂൾ കയറ്റത്തിലും റോഡ് സ്ലിപ്പായി അങ്ങനെ താന്നിട്ട് സൈഡിലേക്ക് പോയിരിക്കുകയാണ്. ബൈക്ക് എത്ര ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യത അറിയോ? അത്രയ്ക്ക് ഡേഞ്ചറസ് ആണ് ഈ റോഡ്. ഇപ്പോഴും ചെയ്തു വെക്കും. ഇതിനു മുമ്പ് പല അപകടങ്ങളും ഉണ്ടായി. അപ്പോൾ റോഡിൽ വരഞ്ഞിട്ടും താൽക്കാലികമായി എന്തെങ്കിലും ഉണ്ടാകും. അത് കഴിഞ്ഞ് വീണ്ടും അപകടം ഉണ്ടാകുമ്പോൾ വീണ്ടും എന്തെങ്കിലും ചെയ്തിട്ട് പോകും. അല്ലാണ്ട് ഇത് അതെ ഇവിടെ തൊപ്പനാട് ഭാഗത്തുള്ളതാണ്. ചെറുള്ളി ഭാഗത്ത് എന്റെ നാട്ടുകാരാണ്. ചെറുള്ളി കരിമ്പ ചെറുള്ളി, തുപ്പാനാട് ചെറുള്ളി. എന്റെ വീട് 3 കുട്ടികളും 4 പേര് മരിച്ചു. ഒരേ ക്ലാസ് പഠിക്കുന്ന പിള്ളേരാണ്. 8D എന്നാണ് പറഞ്ഞു കേട്ടത്. മഴ പെയ്ത് എന്നൊരു അപകടം ഉണ്ടാവും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപകടം ഇല്ലാത്ത ദിവസമല്ല. ചെറിയ ചാറ്റൽ മഴ പെയ്താലാണ് ഇവിടെ സ്ഥിരമായിട്ട് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ അപകടത്തിന്റെ അധികാരികൾ കണ്ണ് തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വർഷങ്ങളായിട്ട് സംഭവിക്കണത്. ഇവിടെ അവിടെ ഇങ്ങോട്ടുള്ള റോഡുണ്ടല്ലോ, അത് കുത്തനായിട്ട് ഇറക്കും. ഒരു വളവ് ഇറക്കുവാണ്, ഒരു സൈഡ് സ്ലോപ്പാണ്. ഒരു വണ്ടി വരുമ്പോഴത്തേക്ക് ചെറിയ ചാറ്റൽ മഴ വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് വണ്ടി തെന്നിപ്പോവുകയാണ്. വിനീത, നമുക്ക്